ഹായ് ഓൾ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, ക്യാരറ്റ് പുട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ റെഡിയാക്കാൻ പറ്റും. ആദ്യമായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കണം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പോലെയാണ് ഇപ്പം പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, ആ സെയിം അളവിൽ തന്നെ നമുക്ക് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടി വേണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിക്കണം. അത് നന്നായിട്ട് ഈ കോക്കനട്ടും ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള പാല് ഞാനിപ്പോൾ 1 കപ്പ് ഫുൾ ഒഴിച്ചിട്ടില്ല. അത് ആവശ്യത്തിന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിക്കണം. പിന്നെ കുറച്ച് പൊടിച്ച ഏലക്ക, അത് നമുക്ക് നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്ത് ഇടണം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇടാം. കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഞാൻ ഒഴിവാക്കി. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഒരുപാട് വേണമെങ്കിൽ അത്ര ഇടാം. ഞാൻ കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ആവശ്യത്തിന് ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ, 2 പേർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ കുഴയ്ക്കുന്നത് പാലിലാണ്, വെള്ളത്തിലല്ല. സാധാരണ വെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കുന്നത്. ഇവിടെ നമ്മൾ പാലിലാണ് ഇത് കുഴയ്ക്കുന്നത്. ഇത് നല്ലപോലെ ആവശ്യത്തിന് പാലൊഴിക്കണം. പിന്നെ നേരത്തെ ഇട്ട പോലെ തന്നെ നമുക്ക് മിൽക്ക് പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പുട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഗ്രേവി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രേവി കൂടി ഇട്ട് പുട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പുട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. എങ്കിലും ഞങ്ങൾ പപ്പടവും പഴവും ഒക്കെ കൂട്ടിയാണ് പുട്ട് കഴിക്കാറ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും.